വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിൽ വായനാ ദിനം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1996. കേരള ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം PN പണിക്കർ. വായനാ ദിനം ആചരിക്കുന്നത് ആരുടെ സ്മരണാർത്ഥമാണ്? ഉത്തരം PN പണിക്കർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ഇന്ദുലേഖ എന്ന ആദ്യ മലയാള നോവൽ എഴുതിയത് ആര്? ഉത്തരം O. ചന്തുമേനോൻ. മലയാള നോവലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യ മലയാളി വനിത? ഉത്തരം അരുന്ധതി റോയ്. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള കേരളപ്പഴമ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. അഗ്നിസാക്ഷി എന്ന പ്രശസ്തമായ മലയാള നോവലിന്റെ രചയിതാവ് ആര്? ഉത്തരം ലളിതാംബിക അന്തർജനം. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ഏത് കവിയുടേതാണ്? ഉത്തരം ONV കുറുപ്പ്. മലയാളത്തിൽ പുസ്തക രൂപത്തിൽ ഇറങ്ങിയ ആദ്യ തിരക്കഥ ഏത്? ഉത്തരം മുറപ്പെണ്ണ്. MT വാസുദേവൻ നായരുടെ മുറപ്പെണ്ണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വയലോപ്പിള്ളി ശ്രീധര മേനോൻ. എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. നളചരിതം കിളിപ്പാട്ടിന്റെ കർത്താവ് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച നോവൽ ഏതാണ്? ഉത്തരം ഒരു ദേശത്തിന്റെ കഥ. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. നീർമാതളം പൂത്തകാലം ആരുടെ സ്മരണകളാണ്? ഉത്തരം മാധവിക്കുട്ടി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന പ്രശസ്ത നാടകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം തോപ്പിൽ ബാസി. നെയ്പായസം എന്ന ചെറുകഥ എഴുതിയത് ആര്? ഉത്തരം മാധവിക്കുട്ടി. ചെറുകാടിന്റെ യഥാർത്ഥ നാമം എന്താണ്? ഉത്തരം ഗോവിന്ദ പിഷാരടി. പരീക്കുട്ടി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്?
ഉത്തരം ചെമ്മീൻ. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? ഉത്തരം PC ഗോപാലൻ. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര ആരുടെ ആത്മകഥയാണ്? ഉത്തരം നെൽസൺ മണ്ടേല. പതേർ പാഞ്ചാലി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം സത്യജിത്ത് റായ്. ഭീമനെ നായകനാക്കി രണ്ടാമൂഴം എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം MT വാസുദേവൻ നായർ. 2025 49ാമത് വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് നേടിയ പ്രശസ്ത മലയാള എഴുത്തുകാരൻ ആര്? ഉത്തരം E സന്തോഷ് കുമാർ. Thanks for watching. Don't forget to subscribe, like, share and comment. Bell button അമർത്താൻ മറക്കല്ലേ.